ഇനി കോൺഗ്രസിനൊപ്പം ചൂലെടുത്തുകൊണ്ട് കൈപിടിക്കാൻ AAP തയ്യാറായി കഴിഞ്ഞു. കഴിഞ്ഞ കാലത്ത് ഏറ്റവും കൂടുതൽ കോൺഗ്രസിനെ വിമർശിച്ചിരുന്ന AAP തന്നെ കോൺഗ്രസിനോടൊപ്പം ചേരുമ്പോൾ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൊടിക്കാനാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം. ഡൽഹിയിൽ മൊത്തത്തിലുള്ള 7 സീറ്റുകളിൽ 3 സീറ്റുകളിലേക്ക് AAPയും 4 സീറ്റുകളിൽ കോൺഗ്രസും മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്ക് യാതൊരു ഇടച്ചിലുമില്ലാതെ മടിയുമില്ലാതെ നീങ്ങാനും ഇരു പാർട്ടികളെയും തയ്യാറായതോടെ വലിയൊരു മഞ്ഞിനെയാണ് ഇന്ത്യ മുന്നണി ഉരുക്കിക്കളഞ്ഞിരിക്കുന്നത്. ഇത് BJPക്ക് കിട്ടുന്ന ഒരു കനത്ത അടി കൂടിയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ സീറ്റു ചർച്ചകളിൽ ഭിന്നാഭിപ്രായങ്ങൾ ഉടലെടുത്തപ്പോൾ ഈ മുന്നണി ഇവിടം കൊണ്ട് തീർന്നു എന്ന് BJP അടക്കമുള്ള ഈ മുന്നണിയെ എതിർക്കുന്നവർ കൊട്ടിപ്പാടുകയും തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ BJP കുതിച്ചുയരുകയും ചെയ്തപ്പോൾ മുന്നണി തകർന്നു എന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞവർക്കൊക്കെ മുന്നിലേക്കാണ് കെജ്രിവാൾ തന്നെ ഞങ്ങൾ കോൺഗ്രസിനൊപ്പം എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നത്. 1-2 സംസ്ഥാനങ്ങളിലല്ല, ഗുജറാത്ത് അടക്കം 5 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനൊപ്പം തന്നെയാണ് കെജ്രിവാളും അദ്ദേഹത്തിന്റെ പാർട്ടിയും. ഡൽഹി, പഞ്ചാബ്, ഗോവ, ഹരിയാന എന്നിവയാണ് മറ്റു സംസ്ഥാനങ്ങൾ. ചർച്ചകൾ വളരെ നല്ല രീതിയിലാണ് പുരോഗമിക്കുന്നത് എന്ന് സീറ്റ് വിഭജനം ഉടനെ നടക്കുമെന്നുമാണ് ഡൽഹി കൺവീനറായ ഗോപാൽ റായ് പറഞ്ഞു വെക്കുന്നത്. പഞ്ചാബിൽ AAPയും കോൺഗ്രസും ഒരുമിച്ച് മത്സരിക്കുന്നു എന്നുള്ള വാർത്തകൾക്കിടയിലാണ് 1 അല്ല 5 സംസ്ഥാനങ്ങളിൽ ഒരുമിച്ച് എന്ന ശുഭകരമായ വാർത്ത ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഈ മുന്നണിയെ പിന്തുണക്കുന്നവർക്ക് മുന്നിലേക്ക് വരുന്നത്. ഇന്ത്യ മുന്നണിയിലെ മറ്റു സഖ്യകക്ഷികളുമായിട്ടും കോൺഗ്രസിന് സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസ് നേതാക്കളും പരസ്പരം ഏറ്റുമുട്ടലുകൾ നടക്കുന്നുണ്ടെങ്കിലും സീറ്റ് വിഭജനത്തിൽ സമവായത്തിലേക്ക് എത്തിച്ചേർന്ന ഒരു നല്ല തീരുമാനം കൈക്കൊള്ളുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും കാറും കോളുമൊക്കെ ഒഴിഞ്ഞു തെളിഞ്ഞ മാനം തന്നെയാണ്. അത് കാണാൻ തന്നെയാണ് കോൺഗ്രസ് അടക്കമുള്ള സഖ്യകക്ഷികളുടെ ആഗ്രഹം.